ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നറൂട്ടോ സീരീസിൽ നടന്ന സെക്കൻഡ് ഗ്രേഡ് നിഞ്ച വാറിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഗ്രേഡ് നിഞ്ച വാറിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂ ആയിട്ടാണ് സെക്കൻഡ് ഗ്രേഡ് നിഞ്ച വാറും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് നിഞ്ച വാർ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ മുകളിലായി കൊടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് നിഞ്ച വാർ കാണിച്ചു തന്നതുപോലെ തന്നെ വളരെ കുറച്ചായി ചില ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഫ്ലാഷ് ബാക്കിലും മറ്റുമാണ് സെക്കൻഡ് ഗ്രേഡ് നിഞ്ച വാറിനെ കുറിച്ചുള്ള ചില സംഭവങ്ങളൊക്കെ നമുക്ക് സീരീസിൽ കാണിച്ചു തന്നത്. നമ്മൾ ഫസ്റ്റ് ഗ്രേഡ് നിഞ്ച വാറിൽ ഓൾറെഡി പറഞ്ഞില്ലേ, ഓരോ ക്ലാനിലുള്ളവർ, അതായത് ഓരോ വില്ലേജിലുള്ള ആൾക്കാർ ആ ഒരു വില്ലേജ് വളരാൻ വേണ്ടി ആർമി വേസും ലാൻഡ് വേസും ഒക്കെ ഒരുപാട് പവർഫുൾ ആക്കാൻ വേണ്ടി തുടങ്ങി. അതിന്റെ ഭാഗമായി ഈ ഒരു വില്ലേജുകളൊക്കെ തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ വില്ലേജ് ഇല്ലേ, അതിനെയൊക്കെ ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലീഫ് വില്ലേജ് ലെജൻഡറി സനിയൻസ് ഇല്ലേ, അതായത് നമ്മുടെ ജിറായ, സുനാഡെ, ഒറോച്ചിമാറു, ഇവർ 3 പേരും ചേർന്ന് ലാൻഡ് ഓഫ് മൗണ്ടൻ അറ്റാക്ക് ചെയ്യുന്നു. ഇത് ഒരു ചെറിയ വില്ലേജ് ആയതുകൊണ്ട് തന്നെ രാത്രി ഒരു സർപ്രൈസ് അറ്റാക്ക് ചെയ്ത് നമ്മുടെ ലെജൻഡറി സനിയൻസ് ആ വില്ലേജ് മുഴുവനായും ഡിസ്ട്രോയ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു വില്ലേജിലുള്ള എല്ലാവരും മരിച്ചപ്പോൾ അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുന്നു. അവന്റെ പേരാണ് ഗെന്നോ. ഈ ഗെന്നോ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീഫ് വില്ലേജിൽ വന്ന് തന്റെ വില്ലേജ് ഇല്ലാതാക്കിയതിന് റിവെഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ഒരു വില്ലേജ് തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അതായത് നമ്മുടെ കൊനഹ വില്ലേജ് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. നമുക്ക് സീരീസിൽ നമ്മുടെ കൊനഹ വില്ലേജിനെ പേപ്പർ ബോംബ്സ് വെച്ച് ഇല്ലാതാക്കാൻ നോക്കിയ ആ ഒരു സീനില്ലേ, അത് തന്നെ. ഇനി ഇതേ സമയം മറ്റൊരു ഭാഗത്താണെങ്കിൽ തേർഡ് സുഷികാഗയും അതുപോലെ തന്നെ തേർഡ് കസകാഗയും അവരവരുടെ വില്ലേജ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തുള്ള ചെറിയ വില്ലേജ് ഒക്കെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇവരുടെ വില്ലേജും പതിയെ എക്സ്പാൻഡ് ആകാൻ വേണ്ടി തുടങ്ങുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതേ സമയത്താണ് നമ്മുടെ ലീഫ് വില്ലേജിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഷിനോബി വരുന്നത്, ദ വൈറ്റ് ഫാങ് ഓഫ് ദ ലീഫ്, നമ്മുടെ സാക്കുമോ ഹാട്ടകെ തന്നെ. ഈ സമയത്ത് സാക്കുമോയെ എതിർത്ത് നിൽക്കാനുള്ള ഒരു ഷിനോബി ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ നമ്മുടെ കക്കാഷി എങ്ങനെയാണോ വില്ലേജിൽ ഫേമസ് ആയിട്ടുള്ളത്, ഈ ഒരു സമയത്ത് സാക്കുമോ അത്രത്തോളം ഫേമസ് ആയ ഒരു ഷിനോബിയാണ്. ഓക്കെ, അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വില്ലേജസ് ഒക്കെ മറ്റുള്ള ചെറിയ ചെറിയ വില്ലേജസിനൊക്കെ ആക്രമിക്കാൻ തുടങ്ങിയ സമയത്ത് പരസ്പരം പല പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഇവിടെ സെക്കൻഡ് ഗ്രേഡ് നിഞ്ച വാറും സ്റ്റാർട്ട് ആകുന്നു. ഇതിൽ പ്രധാനപ്പെട്ട 3 ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ലീഫ് വില്ലേജ്, അതായത് തേർഡ് ഹൊക്കാഗെ ആയിട്ടുള്ള ഹിറുസൻ സറുട്ടോബി, പിന്നെ തേർഡ് സുഷികാഗെ, അതുപോലെ തന്നെ തേർഡ് കസികാഗെ. അങ്ങനെ നമ്മുടെ കൊനഹ വില്ലേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാക്കുമോ ഹാട്ടകെ ഇല്ലേ, സാക്കുമോ തന്റെ ടീംമേറ്റ്സിനെ വിളിച്ച് സാൻഡ് വില്ലേജിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മുടെ ലെജൻഡറി സനിയൻസ് സുനാഡെ, ജിറായോ, ഒറോച്ചിമാറു, ഇവർ 3 പേരും അവരുടെ ടീമിനെ വിളിച്ച് മറ്റൊരു വില്ലേജിലേക്ക് പോകും. ഹിറുസൻ സറുട്ടോബി ആണെങ്കിൽ റോക്ക് വില്ലേജിലേക്കും പോകുന്നു. ഇതിൽ നമ്മുടെ സാൻഡ് വില്ലേജിൽ പോയ സാക്കുമോ ആണെങ്കിൽ ആ ഒരു സാൻഡ് വില്ലേജിലെ ഷിനോബീസുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരുപാട് പേരെ കൊല്ലുന്നു. അതിൽ മരിച്ചുപോയ 2 പേരാണ് നമ്മുടെ സാസോരിയുടെ പാരന്റ്സ്. അതായത് സീരീസിൽ തന്നെ ഒരു സമയത്ത് നമ്മുടെ കക്കാഷിയെ കാണുന്ന സമയത്ത് നമ്മുടെ വൈറ്റ് ഫാങ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നതും തുടങ്ങി ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് സീരീസിൽ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇതേ സമയം നമ്മുടെ ലെജൻഡറി സനിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വില്ലേജിൽ പോയി അവിടെയുള്ള എല്ലാവരെയും ആക്രമിക്കുകയും ഇതേ സമയം ഇവരുടെ കൂടെ നമ്മുടെ സുനാഡയുടെ ബ്രദറും ഉണ്ടായിരുന്നു. ഈ ഒരു സുനാഡയുടെ അനിയനാണെങ്കിൽ ചെറിയൊരു ഷിനോബിയാണ്. പുള്ളിക്കാരന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഹൊക്കാഗെ ആകണമെന്നുമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ഒരു അറ്റാക്കിലാണ് നമ്മുടെ സുനാഡയുടെ ബ്രദർ ഇവിടെ മരിച്ചു പോകുന്നത്. സുനാഡയുടെ ബ്രദർ മരിക്കുന്നതോടുകൂടി നമ്മുടെ സുനാഡയും കുറച്ചൊന്ന് ഡൗൺ ആകും. കൂടാതെ ഒറോച്ചിമാറും കുറച്ചൊന്ന് ഈവിൾ സൈഡിലേക്കും പോകാൻ തുടങ്ങുന്നത്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയും നമ്മുടെ ലെജൻഡറി സനിയൻസ് ആണെങ്കിൽ റെയിൻ വില്ലേജിലേക്ക് പോകുന്നു. ഇവർ എന്തിനാണ് റെയിൻ വില്ലേജിലേക്ക് പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഹാൻസോ ഉള്ളത്. ഈ സമയത്ത് ഹാൻസോ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം അത്രയധികം പവർഫുൾ ആണ്. ഇവന്റെ കയ്യിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള പോയിസൺ ഉണ്ട്. അത് വെച്ചാണ് ഇവൻ പ്രധാനമായും എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ലെജൻഡറി സനിയൻസും ഇവരുടെ ടീമിലുള്ള ആൾക്കാരൊക്കെ ഹാൻസോയുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ഹാൻസോയുടെ ഈ ഒരു പോയിസൺ കാരണം ലെജൻഡറി സനിയൻസിന്റെ ടീമിലുള്ള ബാക്കി എല്ലാവരും മരിക്കുകയും ഇവർ 3 പേരും ബാക്കിയാകുന്നു. അങ്ങനെ നമ്മുടെ ഹാൻസോ ആണെങ്കിൽ ഇവരുടെ കഴിവുകളും മറ്റുമൊക്കെ കണ്ട് ഇവരെ ലെജൻഡറി സനിയൻസ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഒറോച്ചിമാറു, സുനാഡെ, ജിറായ ഇവർ 3 പേരും ഇവിടെയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വില്ലേജിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ യാഹിക്കോ, കൊനാൻ, നാഗട്ടോ ഇവരെയൊക്കെ കാണുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന സംഭവങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പെയിനിനെ കുറിച്ചുള്ള ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇത് ചുരുക്കി പറയാം. അതായത് ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അനാഥരായിട്ടുള്ള
മൂന്ന് പേരാണ് യാഹിക്കോ, കൊനാൻ, അതുപോലെ തന്നെ നാഗട്ടോ. അങ്ങനെ ഇവർ മൂന്ന് പേരും മറ്റുള്ളവരെ രക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടി മൂന്ന് പേരും ശക്തരാകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ആരുടെ കയ്യിൽ നിന്ന് ട്രെയിനിങ് ചെയ്യണം എന്ന് കരുതി ഈ ലെജൻഡറി സയൻസിന്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കാണുന്ന നമ്മുടെ ജിറയ ആണെങ്കിൽ ഇവര് മൂന്ന് പേരും ട്രെയിനിങ് ചെയ്യാമെന്നൊക്കെ തീരുമാനിക്കുന്നു. ഈ സമയമാണ് നമ്മുടെ ലെജൻഡറി സയൻസ് മൂന്ന് പേരും സ്പ്ലിറ്റ് ആയി പോകുന്നത്. അതായത് നമ്മുടെ ജിറയ ഓൾറെഡി റെയിൻ വില്ലേജിലാണ് ഉള്ളത്. ഇവരെ മൂന്ന് പേരും ട്രെയിനിങ് ചെയ്യുകയാണ്. ഇനി നമ്മുടെ സുനാഡയുടെ കാര്യം നോക്കിയാൽ സുനാഡ ലീഫ് വില്ലേജിൽ എത്തുകയും സുനാഡയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഡാൻ മരിച്ച വിവരം അറിഞ്ഞ് നമ്മുടെ സുനാഡയും വില്ലേജ് വിട്ട് പോവുകയും അതുപോലെ തന്നെ നമ്മുടെ ഒറോച്ചിമാറും ആണെങ്കിൽ ഈ ഒരു യുദ്ധങ്ങളൊക്കെ നടന്ന് ആൾക്കാർ മരിക്കുന്നതും മറ്റൊക്കെ കണ്ട് ആ ഒരു ഇമ്മോർട്ടാലിറ്റിക്ക് പുറകെ പോകുന്നു. അങ്ങനെ നമ്മുടെ ലീഫ് വില്ലേജിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത് അതിൽ ഒട്ടുമിക്ക യുദ്ധങ്ങളിലൊക്കെ വിജയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കഴിഞ്ഞാണ് നമ്മുടെ യാഹിക്കോ, കൊനാൻ, അതുപോലെ തന്നെ നാഗട്ടോ മൂന്ന് പേരും ചേർന്ന് അക്കാട്സുക്കി ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ ഹാൻസോ ആണെങ്കിൽ യാഹിക്കോയെ കൊല്ലുകയും അതിനുശേഷം നമ്മുടെ നാഗട്ടോ പെയിനിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു അക്കാട്സുക്കി ഈവിൾ സൈഡിലേക്ക് പോവുകയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇത് സെക്കൻഡ് ഗ്രേഡ് നിഞ്ച വാർ കഴിഞ്ഞ് നടക്കുന്ന സംഭവമാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു മുകളിൽ പറഞ്ഞ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെ സെക്കൻഡ് ഗ്രേഡ് നിഞ്ച വാർ ആയിട്ട് നമുക്ക് സീരീസിൽ കാണിച്ചു തന്നത്. അപ്പോൾ സെക്കൻഡ് ഗ്രേഡ് നിഞ്ച വാറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് തേർഡ് ഗ്രേഡ് നിഞ്ച വാറും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.